ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മ ബഅദ്. ആദരണീയരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദരണീയമായ വളരെയധികം പവിത്രമായ വിശ്വാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റമദാൻ അത് സമാഗതമായിരിക്കുകയാണ്. അള്ളാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ ഇടയാകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യകർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സമീപിക്കുവാൻ വളരെയധികം അവസരങ്ങൾ ലഭിക്കുന്ന റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ റമദാനിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടായിരിക്കേണ്ട പ്രത്യേകമായ സ്വഭാവത്തെക്കുറിച്ചും ആ റമദാനിനോടുണ്ടായിരിക്കേണ്ട സമീപനത്തെക്കുറിച്ചുമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. റമദാൻ അത് അനുഗ്രഹത്തിൻ്റെ മാസമാണ്. റമദാൻ അത് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. റമദാൻ അത് നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. അനുഗ്രഹീതമായ റമദാൻ പരിശുദ്ധ ഖുർആനിൻ്റെ മാസമെന്ന് അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. വഗുല്ലിഖത്ത് അബ്വാബുൻ നീറാൻ, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാകുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രവർത്തനങ്ങളും ആരാധനകളും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളും കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായി. നബി തിരുമേനി ഒരിക്കൽ ഇപ്രകാരം ഉണർത്തി, ഖദ് അതാക്കും ഷഹ്റു റമദാൻ, വിശ്വാസികളെ നിങ്ങൾക്കിതാ റമദാൻ തണലേകി വന്നിരിക്കുകയാണ്. അത് ഷഹ്റുൻ യജൂദുല്ലാഹു ബിഹി അലാ ഇബാദിഹി, തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു ഒരുപാട് ഔദാര്യങ്ങൾ ചൊരിഞ്ഞു കൊരുന്ന മാസം എത്രേ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. യൻസിലുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന മാസം എത്രേ എന്ന് പ്രവാചക തിരുമേനി ഉണർത്തി. നമ്മുടെ പാപങ്ങൾ ഉതിർന്നു പോകുന്ന മാസമാണ്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആ റമദാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുക. റമദാനായി കഴിഞ്ഞാൽ കുല്ലു അമലി ഇബ്നി ആദമല, എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്. എന്നാൽ റമദാനിലെ നോമ്പൊഴികെ എന്ന് പ്രവാചക തിരുമേനി ഉണർത്തി. എന്തുകൊണ്ട്? റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ അതിൻ്റെ നിഷ്കളങ്കതയും അതിൻ്റെ ആത്മാർത്ഥതയും എത്രമാത്രമുണ്ട് എന്ന് അളക്കുവാൻ പടച്ച റബ്ബായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. ആരെങ്കിലും മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അല്ലാഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം തന്നെ അള്ളാഹു അവന് മാപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ, അതുപോലെ തന്നെ കഴിഞ്ഞു പോയ വീഴ്ചകൾ മാപ്പാക്കുവാൻ, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് ഏറ്റവും അധികം പറ്റിയ ഒരു സുവർണാവസരം ഇത് നമുക്ക് സമാഗതമായി വന്നിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം സൂചിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്കിതാ നോമ്പ് നാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പൂർവികരായ ആളുകൾക്കെല്ലാം തന്നെ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. എന്തിനാണ് നോമ്പ്? നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതല്ല. അതിലുപരിയായി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നോമ്പുകാലം അനുഷ്ഠിക്കുന്നതിലൂടെ, നോമ്പിൻ്റെ ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ സൂക്ഷ്മതയുയർത്തിക്കൊണ്ട് മുത്തഖികളായി മാറുവാൻ ഈ ഒരു മാസത്തെ വ്രതത്തിലൂടെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നു.
അതുകൊണ്ട് തന്നെ ഭക്തി നിർഭരമായി പടച്ചതമ്പുരാന് വ്രതമനുഷ്ഠിച്ചുകൊണ്ടും വ്രതത്തിൻ്റെ മറ്റ് ചൈതന്യങ്ങളും ആരാധനകളും അനുഷ്ഠിച്ചുകൊണ്ടും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാവങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അതിലൂടെ പ്രവേശിക്കാൻ റബ്ബ് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.